യേശു ക്രിസ്തു തൻ്റെ സ്വന്തം സ്ഥലമായ ഗലീലയിൽ നിന്ന് തൻ്റെ ക്രൂശ് മരണത്തിനായി ജെറുസലേമിലേക്ക് പോകുകയാണ്. കൂടെ പോയവർക്കൊന്നും അറിയത്തില്ല മരിക്കുമെന്ന്, യേശുവിനറിയായിരുന്നു. മരിച്ചുയർക്കുമെന്നറിയായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവർക്കൊരു കാര്യം പിടികിട്ടി, ഇതിവിടെയൊന്നും നിൽക്കുകയില്ല, കർത്താവ് മിക്കവാറും ഭരണം പിടിച്ചെടുക്കും. അങ്ങനെ കർത്താവ് ശിഷ്യന്മാരിൽ രണ്ടുപേരിടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗ്രാമത്തിൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നതാണെങ്കിൽ അഴിച്ചുകൊണ്ട് പോരാൻ. ആരെങ്കിലും ചോദിക്കാതെ എന്തിനാന്ന് ചോദിച്ചാൽ നാഥൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞേക്കാം. ഇവരിതുപോലൊക്കെ ചെയ്തു. അവർ പറഞ്ഞു വിട്ടു. കുട്ടിയെ കണ്ടപ്പോൾ അതിൻ്റെ പുറത്ത് കയറിയിരുന്നു. പെട്ടെന്ന് നാട്ടുകാരെല്ലാം കൂടെ വന്നു. ഈ യേശു അപ്പോൾ 3.5 കൊല്ലം ചെയ്ത അത്ഭുതങ്ങളെല്ലാം നടക്കുകയല്ലേ. സൗഖ്യമായവരും ആകാനുള്ളവരെല്ലാം കൂടെ വട്ടം കൂടി ഹോശന്ന ഹോശന്ന നാർത്തു. അതിൻ്റെ മധ്യത്തിൽ ആൾക്കാർ കൊണ്ട് ഈ കഴുതയുടെ മുമ്പിൽ എന്ത് ചെയ്തു? ഈ വസ്ത്രങ്ങൾ വിരിച്ചു. യേശു അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. അങ്ങനെ ഹോശന്ന പാടി ദേവാലയത്തിൽ കടന്നു. ദേവാലയത്തിൽ വാങ്ങുന്നവരെയും വിൽക്കുന്നവരെല്ലാം പുറത്താക്കി അവിടെ വെച്ചവൻ അത്ഭുത രോഗസൗഖ്യങ്ങൾ ചെയ്തു. അപ്പോൾ പത്രോസൊക്കെ ഒന്നടെ കോളറൊക്കെ എടുത്തിട്ട് പറഞ്ഞു, മിക്കവാറും രാജ്യം പിടിച്ചടക്കും അടുത്തത്. ആദ്യം ആലയം പിടിച്ചു, ഇനി അടുത്തത് ഹെരോദാവിനെ ഓടിക്കും. പിന്നെന്ത് ചെയ്യും? പീലാത്തോസിനെ. കാരണം അവർ നോക്കിയിരിക്കുക, മശിഹ വരുമ്പോൾ ഇവരെല്ലാം ഓടിച്ചിട്ട് രാജ്യം തിരിച്ചു തരും. ദാവീദിൻ്റെ അതുകൊണ്ടാണ് ദാവീദ് പുത്രൻ ഹോശന്ന എന്ന് വിളിച്ച്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ദാവീദ് പുത്രൻ ചെയ്യുമെന്ന് അവർ വിചാരിച്ച്, പക്ഷെ ദാവീദ് പുത്രൻ വേറൊരു രാജ്യം സ്ഥാപിച്ചു. നിന്റെ എൻ്റെ ഉള്ളിൽ സാത്താനെ ജയിക്കുന്ന ഒരു രാജ്യം സ്ഥാപിച്ചതിനായി കരമടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. കേരളത്തിൻ്റെ പകുതി മാത്രം വലിപ്പമുള്ള ദാവീദ് ഭരിച്ച ഒരു കുഞ്ഞ്, ദാവീദ് ഭരിച്ചതിൻ്റെ വെട്ടിമുറിച്ച് കേരളത്തിൻ്റെ പകുതി മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ സ്ഥലം കിട്ടുമെന്ന് മശിഹ വരുമ്പോൾ കിട്ടുമെന്ന് അവർ വിചാരിച്ചെങ്കിൽ യേശു പീലാത്തോസിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് അടുത്ത ദിവസം നിന്നുകൊണ്ട് പറഞ്ഞു, സ്തോത്രം, നീ രാജാവാണെന്ന് ഇതിലെ പറഞ്ഞു നടന്നില്ലേ എന്ന് ചോദിച്ചു. നീ രാജാവാണോ എന്ന് ചോദിച്ചു. യേശു പറഞ്ഞു, അതെ, ഞാൻ രാജാവ് തന്നെ. പക്ഷെ നീ ഉദ്ദേശിക്കുന്ന പോലെ എൻ്റെ രാജ്യം ഒരു ഫിസിക്കൽ ലോക ഗവൺമെൻ്റ് അല്ല. ആയിരുന്നു എങ്കിൽ ഇപ്പം ഞാൻ കൽപ്പിച്ചിരുന്നെങ്കിൽ എൻ്റെ സ്വർഗദൂതന്മാർ വന്ന് നിന്നെ ഇവിടുന്ന് മാറ്റിയേനെ. എൻ്റെ പിതാവ് തന്നിട്ടല്ലാതെ നിനക്കൊരധികാരമില്ല. എന്ന് പറഞ്ഞ് എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം സ്പിരിച്വലാണ്. ഞാൻ ഹൃദയങ്ങളിൽ വാഴാൻ പോകുകയാണ്. നിങ്ങൾ എത്ര ഭരിച്ചാലും, ഇവിടുത്തെ എത്ര ഭരണാധികാരികൾ ന്യൂയോർക്കിലിരുന്ന് ഭരിച്ചാലും, വാഷിങ്ടൺ DC-യിലിരുന്ന് ഭരിച്ചാലും, എന്ന് വേണ്ട കാൻബറയിലിരുന്ന് ഭരിച്ചാലും പ്രജകളുടെ ഹൃദയത്തിന് ടെൻഷൻ മാറത്തില്ല. എന്നാൽ എൻ്റെ രാജാവായ യേശു ഹൃദയത്തിൻ്റെ അകത്തേക്ക് വരുമ്പോൾ അവരുടെ ടെൻഷൻ മാറി സൗഖ്യം കിട്ടും. ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. പരിശുദ്ധാത്മാഭിഷേകത്തിനു വേണ്ടി ശിഷ്യന്മാർ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചെന്നാൽ എനിക്ക് ഈ കോവിഡ് കാലത്ത് കർത്താവ് എന്നെ പഠിപ്പിച്ചു. ഏകദേശം 1000-ഓളം കിലോമീറ്റർ. എത്ര? അന്നത്തെ കാലത്ത് വണ്ടിയും വള്ളവും ഇല്ലാത്ത കാലത്ത് 1000-ഓളം കിലോമീറ്റർ അവിടെ നടന്നു. യേശുവിൻ്റെ കൂടെ ഉത്സവം ആചരിക്കാൻ അവർ നടന്നു വന്നത് 250 കിലോമീറ്റർ. നിങ്ങൾ ഇപ്പോഴത്തെ മെയിൻ റോഡിൻ്റേത് നോക്കിയേ. കപ്പർനഹൂം ടു ഗലീലയിലെ കപ്പർനഹൂം ടു ജെറുസലേം അടിച്ചു നോക്കിയേ ഗൂഗിളിൽ. 198 കിലോമീറ്റർ എന്ന് കിട്ടും. അന്നത്തെ കാലത്ത് ഒരു 300 കാണും. പോക്കെ 250 മതിയെന്ന് പോയി. പ്രൈസ് ദി ലോർഡ്. 250 ഇങ്ങോട്ട് വന്നു. കർത്താവ് മരിച്ചു. ഇനി ഇവർക്ക് ഭയമായി എങ്ങനെ പോകും തിരിച്ചു നാട്ടിൽ? യേശുവിനെ പിടിച്ചവർ വഴിയിൽ ഞങ്ങളെ കണ്ടാൽ കൊല്ലില്ലേ? ഇല്ലേ? മാത്രമല്ല നമ്മുടെ വർത്താനം കേൾക്കുമ്പോൾ ഇവർക്ക് ഗലീലക്കാരാണെന്നറിയാം. മാത്രമല്ല ജെറുസലേമിലുള്ള ആൾക്കാരെ പോലെ കൂടിയ ഉടുപ്പൊന്നും നമുക്കില്ല. നമുക്ക് ഈ മീൻപിടുത്തക്കാരൊക്കെ ആയിരുന്നു. നമ്മുടെ ഉടുപ്പ് കാണുമ്പോഴേ അവർക്കറിയാം. അടുത്തിരിക്കുന്ന ആൾ പറ, നിങ്ങളുടെ മീൻമണം കാണുമ്പോഴേ നിങ്ങളെ കൊല്ലാൻ സാധ്യതയുണ്ടെന്ന് പറ. പത്രോസേ പറ, നിൻ്റെ ആ മീനിൻ്റെ മണം മാറിയിട്ടില്ലല്ലോ. സ്തോത്രം. യേശുവിൻ്റെ കൂടെ ഇറങ്ങിയെന്നുള്ള ഒറ്റ ഗുണമല്ലേ ഉള്ളൂ. ഒന്ന് മൊത്തം നോക്കി പറഞ്ഞേ എന്ന് പറ. ഈ സ്തോത്രം കർത്താവിനെ പുറത്തേറ്റിയ കഴുതയുടെ കാര്യം പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ കഴുത ഇങ്ങോട്ട് വന്നപ്പോൾ ജനങ്ങളെല്ലാം എന്ത് ചെയ്യുക? കഴുതയുടെ മുമ്പിൽ ഇപ്പം കഴുത ഓർത്ത് എനിക്കാ വിരിക്കുന്നതെന്ന് അടുത്തിരിക്കുന്നവൾ പറഞ്ഞു, നിനക്കല്ല വിരിക്കുന്നതെന്ന് പറ. നിനക്കല്ല വിരിക്കുന്നതിൻ്റെ പുറത്തൊരാൾ വന്നുകൊണ്ട്. നമ്മളിൽ പലരും വീട്ടിൽ കയറ്റുകയില്ലായിരുന്നു. എന്നാൽ യേശുവിനെ സ്വീകരിച്ചൊന്ന ഒറ്റ കാരണത്താൽ, ഒരു ദൈവദാസി ഒരു ദൈവദാസനായി എന്ന ഒറ്റ കാരണത്താൽ നിന്നെ നാട്ടുകാർ മാനിച്ചില്ലേ? മാനിച്ചെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ആ മഹത്വം നമ്മൾ എടുക്കരുത്. അപ്പോൾ അവരെന്ത് ചെയ്തു? വീട്ടിൽ പോകാൻ പേടിച്ചിരിക്കുകയാണ്. പേടിച്ചിരിക്കുമ്പോഴാണ് സ്തോത്രം ഞായറാഴ്ച രാവിലെ ഇവരുടെ കൂടെയുള്ളൊരു സഹോദരി ഓടി വന്നിട്ട് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ രാവിലെ കല്ലറയ്ക്കൽ ചെന്നപ്പോൾ കല്ലറ തുറന്നു കിടക്കുന്നു, അവനെ ഞാൻ കണ്ടു.
മാത്രമല്ല മറിയ പറഞ്ഞു, എന്നോട് യേശു പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പേടിക്കുന്ന ഗലീലയിൽ നിങ്ങൾക്ക് മുമ്പേ ഞാൻ പോകും. ഈ ആഴ്ച നീ പേടിക്കുന്ന ദിവസം, പേടിക്കുന്ന ബുധൻ, പേടിക്കുന്ന ശനി, പേടിക്കുന്ന ആ ബാങ്കിൽ, പേടിക്കുന്ന ആ സ്ഥലത്ത് നിനക്ക് മുമ്പേ അവൻ പോയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാൽ. അങ്ങനെ തിരിച്ച് 250. ഇപ്പൊ എത്രയായി? 500. അതാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്ന 40 നാളോളം അവർക്ക് എന്ത് ചെയ്തു? പ്രത്യക്ഷനായി. ലൂക്കോസ് തെയോഫിലോസിന് പറഞ്ഞു കൊടുക്കുക, എത്ര നാൾ പ്രത്യക്ഷനായി? തൊടാരുന്ന ആളെ കയ്യിൽ നിന്ന് മീനൊക്കെ മേടിച്ചു കഴിച്ചു. ഈ തൊടാവുന്ന ആൾ നിൽക്കുന്നത് ഈ ഭിത്തി വഴി അങ്ങ് ഇറങ്ങിപ്പോവുക. അടുത്തിരിക്കുന്നവർ അത്ര ശരീരം നമുക്കും കിട്ടുമെന്ന് പറ. എന്നാന്നറിയാമോ? അവൻ പ്രത്യക്ഷനാവുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്ന പോലെ തന്നെ കാണുന്നതുകൊണ്ട് അവനോട് സദൃശന്മാരാവും. നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതൊക്കെ ഒന്ന് വിശ്വസിച്ചേ. അതാണ് നിന്റെ ജീവിതത്തിന്റെ റിയാലിറ്റി. അവിടെ നിന്നോണ്ട് ഇവിടെ ജീവിച്ചേ. നീ ഭയപ്പെടുന്ന ആ പ്രശ്നത്തിൽ നിനക്ക് മുമ്പേ കർത്താവ് പോയിട്ടുണ്ട്. അപ്പൊ ആ കർത്താവ് താൻ എങ്ങനെ ഭിത്തിക്കകത്തൂടെ പോവുകയും എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് ഒന്നും നിന്നെ തൊടത്തില്ല. ഒരു ഭിത്തിക്കകത്ത് നിന്നെ തളച്ചിടാൻ ഒക്കത്തില്ല, ആർക്കും നിന്നെ ബന്ധിക്കാൻ ഒക്കത്തില്ല എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തുവ അവിടെ നിൽക്കുന്ന സഹോദരൻ്റെ അകത്തും, ഇവിടെ ഇരിക്കുന്ന ആൻറ്റിയുടെ അകത്തും, അവിടെ ഇരിക്കുന്ന അപ്പച്ചൻ്റെ അകത്തും, ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞിൻ്റെ അകത്തും ആർപ്പോടൊരു ഹല്ലേലൂയ പറഞ്ഞ്. അങ്ങനെ 40 ദിവസം അങ്ങനെയാണോ മീൻപിടുത്തമൊക്കെ പിടിച്ചു, അപ്പവും ഒക്കെ റെഡിയാക്കി കൊടുത്തു. തിരിച്ച് ഇപ്പം 40 ദിവസം കഴിഞ്ഞ് പറയാണ്, നിങ്ങളെങ്ങോട്ട് വന്നേരെ? യെരൂശലേമിലേക്ക്. പിന്നെ വന്നേരെ 750. മുഖത്ത് നോക്കി പറ, 750 കിലോമീറ്റർ. അവിടെ വെച്ച് സ്വർഗത്തിലോട്ട് പോയ കാര്യമാണ് അപ്പോസ്തല പ്രവൃത്തി 1 തെയോഫിലോസിനോട് പറയുക, എൻ്റെ കൂട്ടുകാരാ തെയോഫിലോസെ, ഞാൻ അവിടെ ഇല്ലായിരുന്നു. ലൂക്കോസ് പറയുക, അന്നൊന്നും ഞാൻ വിശ്വാസത്തിൽ വന്നിട്ടില്ല, പക്ഷെ ഇതെല്ലാം ഞാൻ പരിശോധിച്ചു. അതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം തുടങ്ങുന്നിടത്തും അപ്പോസ്തല പ്രവൃത്തി തുടങ്ങുന്നിടത്തും പറയാണ്, ഞാനിതെല്ലാം സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്തു? ഇതൊക്കെ അനുഭവിച്ചവരെയും കണ്ടവരെയും പോയി ഇൻ്റർവ്യൂ ചെയ്ത കാര്യങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം കാര്യങ്ങൾ ആദ്യം മുതൽ ക്രമമായി എഴുതി. ഞാൻ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതിയ സുവിശേഷമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. സംഭവങ്ങൾ നടന്ന കാലക്രമത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതാണ് ആദ്യം എലിശബത്തിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു, എലിശബത്തിന് യോഹന്നാനുണ്ടായ കാര്യം പറഞ്ഞു. അങ്ങനെ എഴുതി ഓരോന്നും നടന്ന സംഭവക്രമത്തിൽ. കാരണം അദ്ദേഹം ഒരു നല്ല ഹിസ്റ്റോറിയനായിരുന്നു. ആര്? ലൂക്കോസ്. അതുകൊണ്ടാണ് 3-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം തുടങ്ങുന്നിടം ഇങ്ങനെയാണ്. അവിടെ കുറേ രാജാക്കന്മാരുടെ പേരൊക്കെ എഴുതിയിരിക്കുന്നത് കണ്ടോ? തിബെരിയോസ് കൈസറുടെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ. കൈ കൊടുത്തറ, പണ്ടെന്നല്ല ഇത് തുടങ്ങുന്നതെന്ന് പറ. പണ്ടെന്നല്ല ഇത് തുടങ്ങുന്നേ. സ്വത്രം തിബെരിയോസ് കൈസറുടെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ പിണറായി വിജയൻ ജി തിരുവനന്തപുരത്ത് 2-ാം വട്ടം ഭരിക്കുമ്പോൾ കോട്ടയം പട്ടണത്തിന് നടുക്ക് കുഞ്ഞുങ്ങളും അമ്മച്ചിമാരും ഒരുപോലെ അത്ഭുതം താൽ നിറയുന്ന ഒരു സംഭവം ഉണ്ടായി. ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു ഉണർവിന്റെ ഭാഗമായി ഈ കാലഘട്ടത്തിൽ അന്ന് വ്യാപരിച്ച അതേ പരിശുദ്ധാത്മാവ് ലോകത്തിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. പ്രിയരെ, നമ്മുടെ ഈ ദൈവവചന സന്ദേശങ്ങൾ ലോകം മുഴുവൻ അറിയണം. ഇന്ന് തന്നെ ഈ എപ്പിസോഡ് നമ്മൾ കാണാനുള്ള കാരണം വലിയ സമ്പന്നരോ വലിയ ആരുമല്ല, വളരെ സാധാരണക്കാരായ ആൾക്കാർ ഈ കോവിഡ് ലോക്ക്ഡൗൺ പ്രതിസന്ധികളുടെ സമയത്തും ദൈവവേലയിൽ സാമ്പത്തികമായി കൊടുത്തതുകൊണ്ടാണ് ഈ പ്രോഗ്രാമും നമ്മുടെ അടുക്കലെത്തിയത്. അപ്പോൾ സുവിശേഷത്തിന് വേണ്ടി കൊടുക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ അനുഗ്രഹം. സുവിശേഷം നമുക്ക് സൗജന്യമായിട്ടാണ് കിട്ടുന്നത്, രോഗസൗഖ്യം സൗജന്യമാണ്. പക്ഷേ ആരൊക്കെയോ നൽകിയത് കൊണ്ടാണ് നമുക്കിത് അനുഗ്രഹമാകുന്നു. സോ ഇന്നത്തെ എപ്പിസോഡും ചെയ്തവരെ നമുക്ക് അനുഗ്രഹിക്കാം. അപ്പോൾ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയൊക്കെ ഉള്ളിൽ എനിക്കും ഈ സുവിശേഷത്തിന് വേണ്ടി കൊടുക്കണം, ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ്, എങ്ങനെ നിങ്ങൾക്കൊരു TV പ്രോഗ്രാമിൻ്റെ സപ്പോർട്ടറാകാം, അതുപോലെ നമ്മുടെ ഡെയിലി നടക്കുന്ന 3 ലൈവുകൾ അത് സപ്പോർട്ട് ചെയ്യാം.
പിതാവേ, ഈ TV പ്രോഗ്രാമും നടക്കുവാനായി യത്നിച്ച മക്കൾ, അതിന് സാമ്പത്തികമായി കൊടുത്തവർ, അവരുടെ തലമുറയും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇനിയും ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ സുവിശേഷം നൽകാൻ സഹായിക്കണം. ആമേൻ. നമുക്ക് സന്ദേശത്തിൽ മുമ്പോട്ട് പോകാം. ആ പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ദിവസങ്ങളായിരിക്കും ഇന്നു മുതൽ. നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥിച്ചോണം, നിന്റെ വീട് അഗ്നി കൊണ്ട് നിറയും. നീ ഭാരപ്പെട്ട കാര്യം നീ ദൈവത്തിന് വേണ്ടി ഓടുമ്പോൾ നിന്റെ വിഷയങ്ങൾ കർത്താവ് ചെയ്യും. ദൈവം പറഞ്ഞെടുത്ത് നീ പോയിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി കാക്ക വരും. ഒരു സൗഖ്യം നേടാനായിരിക്കും ഇവിടെ വന്നത്, ഒരു വിടുതൽ പ്രാപിക്കാനായിരിക്കും വന്നത്. അത് കർത്താവ് തരും. പക്ഷെ അവിടെ നിർത്തത്തില്ല. നിന്നെ മറ്റുള്ളവർക്കായി കർത്താവ് ഓടിക്കും. നിനക്ക് വേണ്ടി കാക്ക വരും. കരമടിച്ചാർപ്പോടെ എല്ലാവരും കർത്താവിനെ സ്തുതിച്ചേ. നീ ദൈവത്തിന്റെ ശുശ്രൂഷകനാ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എല്ലാവരും കരമടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ശ്രദ്ധിക്കുക. 750 40 ദിവസത്തിനിടയിൽ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു പറഞ്ഞോട്ടെ? ഒടുവിൽ ജെറുസലേമിൽ വന്നപ്പോൾ ഗലീലക്കാരോട് പറയാം, ഇനിയും പോകണ്ടെന്ന്. ചിലപ്പോൾ അതൊക്കെ ഇവിടെ സംഭവിച്ചേക്കാം. ആ പറ്റിയ പാർട്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്കൊത്തിരി പ്ലാൻ ഉണ്ടായിരുന്നു ഒരു കോളേജ് അധ്യാപകനാകാൻ. എനിക്കൊത്തിരി പ്ലാൻ ഉണ്ടായിരുന്നു അതും ഇതുമെല്ലാം ചെയ്യാൻ. പക്ഷെ എന്ത് ചെയ്യാനാ, പോക്കുണ്ടായില്ല. കർത്താവ് പറഞ്ഞു ഇനി പോകണ്ടെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു? ഇവിടെ തന്നെ ഇരുന്നോളാം. പാകത്താനത്ത് ബൈബിൾ സ്കൂളിൽ ഞങ്ങൾ ഒരു 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കുഞ്ഞറാച്ചായം വെച്ചു. 7 ദിവസം കഴിയുമ്പോൾ തീരുമെന്നാണ് അവസ്ഥ. 7 ദിവസമായി ഉണർവ് കത്താൻ തുടങ്ങി, പിള്ളേർ പ്രവചിക്കാൻ തുടങ്ങി. 7 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയാം, നിർത്തല്ലേ. എന്നാ പറഞ്ഞു? ഞങ്ങൾ വരും. ചുരുക്കി പറഞ്ഞാൽ 100 ദിവസം അത് നീണ്ടു. 100 ദിവസം ഇവിടുന്ന് തങ്കു ബ്രദറും നമ്മുടെ സഹോദരന്മാരും എല്ലാം വരുമായിരുന്നു. ഈ മോനുമൊക്കെ അന്ന് കൊച്ചു പിള്ളേരാ. അവർക്കെല്ലാം അഭിഷേകവും പ്രവചനവും എല്ലാം കിട്ടി. എൻ്റെ അളിയൻ നീനായുടെ ബ്രദറാ, ഇപ്പം നമ്മൾ ചാലക്കുടി സഭയുടെ ശുശ്രൂഷകൻ, ഏകദേശം 3 മണിക്കൂർ ഒരുപോലെ നിന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രവചിച്ചു. പലതും ഇവിടെ നടക്കുമെന്ന് പറ. പലതും ഇവിടെ നടക്കാൻ പോവാ. സ്വത്രം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞോ, പ്രാർത്ഥിച്ചു. ഒന്നിച്ചിരിക്കണം. ഭിന്നതകൾ മറന്നിരിക്കണം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവര് ഒന്നിച്ചു 40 ദിവസം നടന്നുവിടാൻ. ഇനി യെരുശലേം വിട്ടുപോകണ്ട, പോയിരുന്നോളാൻ പറഞ്ഞു. അവർ പോയിരുന്നു. പെന്തക്കോസ്ത് നാളായപ്പോഴത്തേക്കിന് അവർ ഒരു മനസ്സായി. നമുക്കൊക്കെ പല കാര്യങ്ങളിൽ പല മനസ്സ് കാണാം, പക്ഷെ നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ ഒരു മനസ്സാവും. പെട്ടെന്ന് കൊടിയ കാറ്റടിച്ചു, അഗ്നി അവരുടെ മേൽ പതിഞ്ഞു, എല്ലാവരും നിറഞ്ഞു. ഉറക്കപ്പറ, അതാണ് ഇന്നത്തെ വചനം. ഉറക്കപ്പറ, എല്ലാവരും നിറഞ്ഞു. ഉറക്കപ്പറ, എല്ലാവരും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഭാവം മാറും. സ്തോത്രം. ഞാനിന്ന് 100 ദിവസം, അതിന് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വൈകിട്ടത്തെ മീറ്റിംഗ് ഞങ്ങളുടെ വീട്ടിലാക്കി. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ജൂനിയായിക്ക് 2 വയസ്സ് പ്രായമില്ല. അവള് കുഞ്ഞ്, 1.5 വയസ്സുള്ള കുഞ്ഞ് അന്യഭാഷ പറയും. എല്ലാവർക്കും ഒരു തമാശയൊക്കെ പോലെ തോന്നും. പക്ഷെ ഒരു ദിവസം ശുശ്രൂഷിക്കാൻ ലീഡ് ചെയ്യുന്ന ആൾ വന്നില്ല. ഈ മോള് കുഞ്ഞ് മുമ്പിൽ പോയിന്നിങ്ങനെ എല്ലാവരും ഇരുന്നോണ്ട് ചിരിച്ചു. കുറച്ച് കഴിഞ്ഞ് മനസ്സിലായി കുഞ്ഞിൻ്റെ മേൽ അഗ്നി ഇറങ്ങുകയാണ്. അവിടെ ഇരുന്ന് എല്ലാവരും ഗൗരവമായി. ഏകദേശം 1.5 മണിക്കൂറോളം ഈ കുഞ്ഞ് ആ ആരാധന ലീഡ് ചെയ്തു. അങ്ങനെ ചിലതൊക്കെ നമ്മൾ കാണാൻ പോവാ. വിശ്വസിക്കുന്ന മക്കൾ തല ഉയർത്തിക്കോണം. വേണ്ടാത്ത കാര്യങ്ങൾ തല വീഴ്ത്തിയിടാതെ തല ഉയർത്തിയാൽ, നീ ദൈവസ്ഥനിലിരുന്നാൽ, മുഖത്ത് നോക്കി പറ, നീ ദൈവസ്ഥനിലിരുന്നാൽ, നിന്റെ വീട് പ്രാർത്ഥനയ്ക്ക് വിട്ടുകൊടുത്താൽ, നിന്റെ വള്ളം കർത്താവിന് വിട്ടുകൊടുത്താൽ, ആ വള്ളം നിറച്ചേച്ചല്ലാതെ എൻ്റെ കർത്താവ് പോകത്തില്ല. ചില ദിവസങ്ങൾ മാറ്റിവെച്ചാൽ, ചില മണിക്കൂറുകൾ മാറ്റിവെച്ചാൽ, ഇച്ചിരി വണ്ടിക്കൂലി മുടക്കിയാൽ, നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയും കർത്താവ് നിറയ്ക്കാൻ പോവാ. ദൈവമേ പ്രവർത്തിക്കണേ എന്നല്ലേ ഇത്രയും നാളും പ്രാർത്ഥിച്ച്, എന്നാൽ നിന്റെ കയ്യിലൂടെ പ്രവർത്തിക്കാൻ പോവാ. ദൈവം ഇറങ്ങി വരത്തില്ല, നീ ചെല്ലുമ്പോൾ അത്ഭുതം നടക്കും.
ഇല്ല ഇല്ല ഇല്ല, ദൈവം നിന്റെ വീട്ടിൽ ഇറങ്ങി വരത്തില്ല. കാരണം നീ അവിടെ ഉണ്ട്. ദൈവം നിന്റെ വാർഡിൽ വരത്തില്ല, നീ അവിടെ ഉണ്ട്. മർക്കോസിന്റെ സുവിശേഷം അവസാനിക്കുന്ന ഇങ്ങനെ: അവൻ ഉയർത്തെഴുന്നേറ്റു, പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു. അവൻ ഇനി എഴുന്നേക്കത്തില്ല. അവർ പുറപ്പെട്ടവരുടെ കൈയാൽ, എഴുന്നേറ്റവരുടെ കൈയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും. ആ കൈകൾ എനിക്കൊന്ന് കാണണം, നിങ്ങളുടെ കൈകൾ. ആ കാലുകൾ എനിക്കൊന്ന് കാണണം. ഈ കാല് ചവിട്ടുന്ന കാലൊക്കെ ഒന്ന് ചവിട്ടിക്ക്. ഇന്ന് തിരിച്ച് വീട്ടിൽ പോയി ചവിട്ടുമ്പോൾ അവിടെ ചില അടിസ്ഥാന കുലുക്കങ്ങൾ സംഭവിക്കും. ആർപ്പോട് കർത്താവിനെ സ്തുതിച്ച്